മുതിർന്ന CPM നേതാവ് MM ലോറൻസിന് മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടു നൽകാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ മകൾ ആശാ ലോറൻസ് സുപ്രീം കോടതിയിൽ. CPM-നെ എതിർകക്ഷിയാണ് ഹർജി. വിവരങ്ങളുമായി അച്യുതൻ ചേരുന്നു. അച്യുതൻ, CPM-ന്റെ മാത്രമല്ല കേരളത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തലമുതിർന്ന ഒരു നേതാവാണ് MM ലോറൻസ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ടേണിലേക്ക് പോയി. അതിന് പരിഹാരമാവാതെ പിന്നെയും അത് തൃശങ്കുവിൽ തന്നെ നിൽക്കുന്നു എന്നല്ലേ സുപ്രീം കോടതിയിലൊക്കെ വ്യവഹാരം എത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് സുപ്രീം കോടതിയിലെ ആശയുടെ ആവശ്യം? അച്യുതൻ. ഹാഷ്മി, തീർച്ചയായിട്ടും അതിങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടർന്നു പോവുകയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കേരള ഹൈക്കോടതിയെ ആശാ ലോറൻസ് സമീപിച്ചെങ്കിലും അന്നത് തള്ളുകയാണ് ഉണ്ടായത്. ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. നിലവിൽ ആശാ ലോറൻസിൻ്റെ ആവശ്യം മതാചാര പ്രകാരമുള്ള ഒരു സംസ്കാര ചടങ്ങ് ഉൾപ്പെടെയുള്ളതാണ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ. നിലവിലിപ്പോൾ ആവശ്യം മുൻനിർത്തിയാണ് സുപ്രീം കോടതിയെയും സമീപിച്ചിരിക്കുന്നത്. അതായത് നടപ്പാക്കിയത് രാഷ്ട്രീയ തീരുമാനമെന്ന് ആരോപിച്ചാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. അതായത് മെഡിക്കൽ പഠനത്തിനായി MM ലോറൻസിന്റെ മൃതദേഹം വിട്ടുകൊടുത്തത് ഒരു രാഷ്ട്രീയ തീരുമാനമെന്ന് ആരോപിച്ചാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. CPM-നെ എതിർകക്ഷിയാക്കിയാണ് ഈ ഹർജി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയെയും മറ്റു കോടതികളെയും സമീപിച്ചെങ്കിലും അവിടെ നിന്നൊരു അനുകൂല തീരുമാനം ഉണ്ടായില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ ആശാ ലോറൻസ് സമീപിച്ചിരിക്കുന്നത്. ഹാഷ്മി, അത് ഈ പറയുന്ന രീതിയിൽ അത് സങ്കടകരമാണ്. അത്രയും ഒരു പ്രധാനപ്പെട്ട നേതാവ് മരണശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം അങ്ങനെ അനിശ്ചിതമായി എന്ത് തീരുമാനം എന്നറിയാൻ നീണ്ടുപോകുന്നത് കഷ്ടമാണ്, സങ്കടകരമാണ്. എന്ത് ചെയ്യാൻ കഴിയും?